മണിരത്നം ചിത്രം തഗ് ലൈഫ് ഇന്ന് റിലീസായി. ചിത്രത്തിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് സിനിമാ തിയേറ്ററിൽ ഞാൻ പോയത്. കാര്യം ഇതിനു മുമ്പ് 38 വർഷം മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു കമലഹാസനും മണിരത്നവും ഒരുമിച്ചൊരു സിനിമ ചെയ്തത്, നായകൻ എന്ന ചിത്രം. ആ ചിത്രം ഒരു എവർ ടൈം ക്ലാസിക്കായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നൊരു സിനിമയാണ്. അത്രയ്ക്ക് ഒരു സ്റ്റോറി ലൈനും അതുപോലെ തന്നെ കമലഹാസൻ്റെ പെർഫോമൻസും അതിലെ ഗാനങ്ങളും എല്ലാം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് നായകൻ. ഒരിക്കലും സിനിമ ഇഷ്ടപ്പെടുന്നവരാരും ഒരിക്കലും മറക്കാത്ത ഒരു കമലഹാസൻ ചിത്രമാണ് നായകൻ. അപ്പോൾ ആ നായകൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത മണിരത്നവും കമലഹാസനും 38 വർഷത്തിന് ശേഷം, അതായത് 1987 ശേഷം 2025 ആയിരിക്കുന്നു, 38 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രമെന്ന് പറയുമ്പോൾ ഓരോ സിനിമാ പ്രേമിക്കും കാണുവാൻ അത്രയേറെ താല്പര്യത്തോടു കൂടിയാണ് അവർ തിയേറ്ററിൽ പോകുന്നത്. അങ്ങനെ ഞാനും ജൂൺ 1 തുടങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ എണ്ണുകയായിരുന്നു, ജൂൺ 1, ജൂൺ 2 എന്ന്. കാര്യം അത്രയ്ക്കും വേണ്ടി താല്പര്യത്തോടു കൂടിയാണ് ഞാനിരുന്നത്. ഒന്ന്, കമലഹാസൻ ആ സിനിമയിലുണ്ട്, അതുപോലെ സംവിധാനം ചെയ്യുന്ന മണിരത്നമാണ്, നമ്മുടെ ജോജു ജോർജ് അതിനകത്തുണ്ട്. ജോജു ജോർജ് എൻ്റെ സിനിമ ആ പണി എന്ന സിനിമ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങേര് ആ ചിത്രം മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നടനും സംവിധായകനും കൂടിയാണ് ജോജു ജോർജ്. അപ്പോൾ ഈ പ്രതീക്ഷകൾ ഏറെയാണ്. സിനിമ ഞാൻ വിചാരിച്ചതുപോലെ ഒരു എൻ്റർടൈനറായി എനിക്ക് തോന്നിയില്ല. അതുപോലെ മണിരത്നത്തിൻ്റെ ഇതിനു മുമ്പ് വന്ന പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രം, അപ്പോൾ പൊന്നിയിൻ സെൽവന് തൊട്ട് മുമ്പ് വേറെയും മണിരത്നം സിനിമകൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ മണിരത്നത്തിൻ്റെ ഒരു ടച്ചുണ്ട്. മണിരത്നം എന്ന സംവിധായകന് മാത്രം കാണിക്കാവുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ആ സാധനം പൊന്നിയിൻ സെൽവനിൽ ഞാൻ കണ്ടില്ല. കാര്യം പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര സിനിമ ആയതുകൊണ്ട് ആ ചരിത്ര സിനിമയ്ക്ക് ചേരുന്ന തരത്തിലുള്ള ഷോട്ട്സും അതുപോലെയുള്ള ആംഗിൾസും ഒക്കെയാണ് മണിരത്നം ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. മണിരത്നത്തിൻ്റെ ഒരു ടച്ച്, അതായത് ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് ആ സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു പൊന്നിയിൻ സെൽവനിൽ. കാരണം അതൊരു ചരിത്ര സിനിമയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഇത്തിരി ഭയങ്കര അൾട്രാ മോഡേൺ രീതിയിലുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ആ പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രം. അപ്പോൾ അത് ശരി, ചരിത്ര സിനിമ ആയതുകൊണ്ട് അതങ്ങനെയായി. അത് സിനിമ നല്ല സിനിമയാണ്. അപ്പോൾ ഈ മണിരത്നം ടച്ച് അതിനകത്ത് കിട്ടാത്തത് ഈ ചരിത്ര സിനിമ ആയതുകൊണ്ട് മാത്രമാണ്. മണിരത്നത്തിൻ്റെ ആ അപ്രോച്ച് ചരിത്ര സിനിമയെ ടുവേർഡ്സ് ഒരു ചരിത്ര സിനിമയ്ക്കുള്ള അപ്രോച്ചായിരുന്നു. അത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ആ സിനിമ 2 ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഹിറ്റായി. അതുപോലെ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ മണിരത്നം വളരെ കാമ്പുള്ള കഥകൾ മാത്രം സിനിമയാക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമയുടെ കഥയിൽ തന്നെ എന്തൊക്കെയോ ഒരു പാളിച്ചകൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഈ കഥ എഴുതിയിരിക്കുന്നത് മണിരത്നവും കമലഹാസനും കൂടെ ചേർന്നിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡിഷൻസും ഒക്കെ അവർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമാവാം ഒരുപക്ഷെ സിനിമയുടെ കഥ മറ്റൊരു തലത്തിലേക്ക്, ഇവർ വിചാരിച്ച തരത്തിലേക്ക് പോകാതിരുന്നതും ഒക്കെ. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം ചെയ്തവർ എൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ സിനിമ എന്തോ ഒരു കുറവ് സിനിമയ്ക്കുണ്ട്. അത് ഒരുപക്ഷെ കഥയാണോ, ഈ പറഞ്ഞ കഥയിലുള്ള ആ ഒരു കാമ്പില്ലായ്മയാണോ, അതോ ഈ സിനിമയുടെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുപോയ കഥയാണോ ഇത്? അപ്പോൾ എന്തോ ഒരു മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ സിനിമ മണിരത്നം ടച്ചുള്ള സിനിമ തന്നെയാണ്. പക്ഷേ മണിരത്നത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനോട് കൂടിയുള്ള ഒരു സിനിമ ആണ് ഇത് എന്ന് ഞാൻ പറയില്ല. കാരണം ആ മണിരത്നം ടച്ച് എനിക്ക് ഈ സിനിമയിലുടനീളം ഫീൽ ചെയ്തില്ല. പശ്ചാത്തല സംഗീതം AR റഹ്മാനാണ്. ഞാൻ AR റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AR റഹ്മാൻ്റെ ഒരു ഒടുക്കത്തെ ഒരു ഫാനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനേക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. കാര്യം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിൽ പോലും വ്യത്യസ്തമായ ഇൻസ്ട്രുമെൻസുകൾ കൊണ്ടുവരികയും വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് AR റഹ്മാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒരു പഴയ ആ ഒരു പൊലിപ്പ്, നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ അങ്ങനെ തന്നെ പറയാം, ഒരു പൊലിപ്പ് കുറവാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ചിത്രത്തിലെ ഗാനങ്ങൾ, ഞാൻ എന്തായാലും ഇന്ന് സിനിമ കാണാൻ പോകുന്നത് കൊണ്ട് ഇന്നലെ ഞാൻ അതിലെ എല്ലാ ഗാനങ്ങളും ഇന്നലെ ഞാൻ കേട്ടു. പക്ഷേ AR റഹ്മാൻ സംഗീതം നിർവഹിച്ച ആ ഗാനങ്ങൾ കേട്ടിട്ട് പഴയ ഏതൊക്കെയോ റഹ്മാൻ ഗാനങ്ങളുടേതായിട്ടുള്ള ഒരു ഛായയും ഒരു ചൊവയും എല്ലാം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സിനിമ കാണുമ്പോൾ നമുക്ക് ആ സിനിമയുടെ വിഷ്വൽസുമായിട്ട് സിങ്ക് ആവുന്ന തരത്തിലുള്ള ആയിരിക്കും അവർ, പക്ഷെ അതുകൊണ്ടായിരിക്കും നമുക്കത് കേട്ടപ്പോൾ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗാനങ്ങൾക്കൊക്കെ ആ ഗാനങ്ങൾക്കും എന്തോ അപാകതകളുള്ളതുപോലെ. ഞാൻ AR റഹ്മാൻ ഗാനങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താത്തൊരു വ്യക്തിയാണ്. കാര്യം AR റഹ്മാൻ്റെ സംഗീതം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഈ ചിത്രത്തിലേക്ക് വന്നപ്പോൾ
മണിരത്നം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആദ്യം ചാൻസ് കൊടുത്ത റോജയിലെ ഗാനങ്ങളിലൂടെ കടന്നു വന്ന എ.ആർ. റഹ്മാൻ വീണ്ടും അതേ സംവിധായകനുമായി ഒത്തുചേരുമ്പോൾ ആ ഗാനങ്ങൾ അത്രത്തോളം തെളിച്ചയുള്ള ഗാനങ്ങളായിരുന്നു, കേൾക്കാൻ സുഖമുള്ളവയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായി അവശേഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ കമലഹാസൻ അഭിനയിക്കുന്ന ചിത്രം, സിലംബരസൻ അഭിനയിക്കുന്ന ചിത്രം, അതിൽ നമ്മുടെ ജോജു ജോർജ് അഭിനയിക്കുന്നുണ്ട്. ജോജു ജോർജ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അങ്ങേര് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം അഭിനയിച്ചു അല്ലെങ്കിൽ അത് അഭിനയിച്ച് നല്ല രീതിയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഒരു കലയാണ്. അപ്പോൾ എല്ലാ ഒത്തു വന്നാൽ മാത്രമേ ഒരു മികച്ച ചിത്രം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ചിത്രം വീക്കെൻഡിൽ കാണാൻ, ഇപ്പോൾ മണിരത്നം കമലഹാസൻ 38 വർഷത്തിന് ശേഷം വീക്കെൻഡിൽ കാണാൻ നമുക്ക് പോയി കാണാം എന്ന് ഉള്ള ഒരു സിനിമയാണ്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമ കാണാൻ പോകുന്ന ഒരു പ്രതീതിയിൽ സിനിമ തിയേറ്ററിൽ പോവുക, നമ്മൾ മണിരത്നത്തിൻ്റെ സംവിധാന പാടവം കാണുക, കമലഹാസൻ്റെയും സിലംബരസൻ്റെയും പെർഫോമൻസുകൾ കാണുക, ഒപ്പം സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെയും വിഷ്വൽസും നമുക്ക് ആനന്ദകരമായി കാണാൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിനിമ നമ്മളൊരു സിനിമ കാണുക എന്നുള്ള പർപ്പസോടുകൂടി പോയി കണ്ടിട്ട് വരിക. ആ സിനിമയിൽ കൂടുതൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വകയുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വന്നൊരു കമലഹാസൻ മണിരത്നം ചിത്രമല്ലേ, അപ്പോൾ എന്തായാലും കാണുന്നത് വർത്ത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, എന്തൊക്കെ കുറ്റങ്ങളുണ്ടായാലും.